മൂന്നാറിലെ റിസോർട്ടിന്റെ ജോലികൾ അടുത്ത ആഴ്ച തന്നെ തുടങ്ങും കേട്ടോ. അത് 21-നല്ലേ? അതെ. അല്ല, കഴിഞ്ഞ ദിവസം RP ഗ്രൂപ്പ് കമ്പനിയിൽ നിന്നും വർമാജിക്ക് നല്ലൊരു ഓഫർ വന്നുവെന്ന് കേട്ടു. എന്തായി? ഈശ്വര, ഇവിടെ മിണ്ടാപ്പൂച്ചയായിട്ടിരുന്നിട്ട് ഇതൊക്കെ എങ്ങനെ കൃത്യമായി മണത്തറിയുന്നു. ഏതായാലും ഞാൻ ആ ഓഫർ ഒഴിവാക്കി. വർമാജി പ്ലീസ്, ഈ കമ്പനി ഉപേക്ഷിച്ച് പോകരുത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നോക്ക് സ്നേഹ, ഞാൻ അങ്ങനെ കമ്പനി ഉപേക്ഷിച്ചു പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അടുത്ത മാസം മുതൽ ഞാൻ നിങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരാം, കൂടാതെ ലാഭത്തിന്റെ വിഹിതവും. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമായി വരുമ്പോൾ ഞാൻ ചോദിക്കാം. ആ വർമാജി, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. രാത്രിയിലെ ഡിന്നർ വീട്ടിൽ നിന്നാകാം. വർമാജി എന്തായാലും വരണം. അതെന്താ എന്നെ മാത്രം വിളിക്കുന്നത്? വിവാഹശേഷം ഞാൻ കുടുംബസമേതം മാത്രമേ എവിടെയും പോകാറുള്ളൂ. ജീവിതത്തിൽ എന്റെ ആകെ ഒരു ഫ്രണ്ട് വർമാജി മാത്രമാണ്. പിന്നെ ഒരു അല്പം സ്വകാര്യ നിമിഷങ്ങൾ നമുക്ക് നമ്മുടേതായി പങ്കുവെക്കാലോ. ഇന്നത്തോടെ ഞാൻ ചേട്ടന്റെ എല്ലാ ടെൻഷനും മാറ്റിത്തരും. നോക്ക്, എന്റെ ടെൻഷൻ മാറ്റാൻ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുണ്ട്. എനിക്ക് ഒരിക്കലും അവളെ വഞ്ചിക്കാൻ പറ്റില്ല. അതിന് അവരിപ്പോൾ ഇതൊന്നും അറിയാൻ പോണില്ലല്ലോ. നോക്ക് സ്നേഹ, നിങ്ങൾ എന്റെ കമ്പനിയുടെ ഓണറാണ്. ഒരിക്കലും ആ സ്റ്റാൻഡ് വിട്ട് സംസാരിക്കരുത്. ഓക്കെ, എന്നാൽ പിന്നെ വർമാജി ഭാര്യയും മകളുമായി എന്റെ വീട്ടിലേക്ക് വരണം. ഞാൻ കാത്തിരിക്കും. യു മസ്റ്റ് കം. ഓക്കെ, താങ്ക് യു. എന്തു പറ്റി? ആളിന്ന് നല്ല റൊമാൻറ്റിക് ആണല്ലോ. ഹേയ്, ഒന്നുമില്ല. ആ നോക്ക്, ഓണർ സ്നേഹയുടെ ബർത്ത്ഡേ ആണ്. നമ്മളെ രാത്രി ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. പോകാം. ഞാനില്ല. അതെന്താ? ദിവസവും ഈ വീടിന്റെ മുന്നിലൂടെയല്ലേ അവൾ പോകാറുള്ളത്. ഒന്നിവിടം വരെ വന്ന് എന്നെ മോളെ ക്ഷണിക്കാനുള്ള മനസ്സ് അവൾക്ക് തോന്നിയോ? മോളെ, ഈ സ്നേഹ വളരെ പാവാണ്. നിനക്കറിയോ, അവള് ഭയങ്കര പണച്ചക്ക. വളരെ മോഡേണായി ജീവിച്ചൊരു കുട്ടി. ചെറുപ്രായത്തിലെ അവളുടെ വിവാഹവും കഴിഞ്ഞു. പക്ഷെ വിവാഹ ജീവിതം ഭയങ്കര ദുരന്തമായിരുന്നു. എന്തു പറ്റി? സൂരജ് മുതലാളിക്ക് മദ്യത്തോടും വേശ്യകളോടുള്ള പ്രിയം കുറച്ച് കൂടുതലായിരുന്നു. വീട്ടിൽ വരുന്നത് പോലെ ലക്ക് കേട്ട് വേശ്യകളോടൊപ്പമാണ്. പാവം സ്നേഹ ഒരുപാട് തല്ലുമായിരുന്നു. ഈശ്വര, സ്നേഹക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ? ഇതൊന്നും അല്ല. ഒടുവിൽ ആ സൂരജ് മുതലാളി ഒരു വേശ്യയോടൊപ്പം പോകുന്നതിനിടയിൽ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചു. ഒരു സ്ത്രീ ഒരായുസിൽ മൊത്തം കരയേണ്ടത് അവൾ ഒരു വർഷം കൊണ്ട് കരഞ്ഞു. അറിയോ? കഷ്ടം. ആ, എന്തൊക്കെയായാലും എന്നെ നേരിട്ട് വിളിക്കാത്തോണ്ട് ഞാൻ വരുന്നില്ല. എനിക്ക് സുഖമില്ലാത്തോണ്ടാ വരാത്തെന്ന് പറഞ്ഞാ മതി. ചേട്ടൻ പോയിക്കോ. നീ വരില്ലെന്ന് ഉറപ്പാണോ? അതെ ചേട്ടാ. ഹലോ സ്നേഹ. ഹലോ വർമാജി. നോക്ക്, ഇവിടെ വൈഫിന് തീരെ സുഖമില്ല. അതുകൊണ്ടിപ്പോ ഇന്ന് രാത്രി ഡിന്നർ എനിക്ക് വരാനാകില്ല. ഐ എം സോറി. വർമാജി പ്ലീസ്, അവർ വരുന്നില്ലെങ്കിൽ വർമാജി ഒറ്റയ്ക്ക് വന്നോളൂ. അയ്യോ, അത് പറ്റില്ല. നോക്ക്, വിവാഹശേഷം ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഭാര്യയെ കൂട്ടിയേ പോകാറുള്ളൂ. ശരി, അപ്പം നമുക്ക് രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ചേട്ടൻ എന്താണ് ലേറ്റ് ആയ? 10 മിനിറ്റ് അല്ലേ ലേറ്റ് ആയിരുന്നു. മിനിമോൾ സ്കൂൾ ഗ്രൗണ്ടിലും ഉണ്ടാവും. അയ്യോ അയ്യോ, മോളെ നോക്ക്, മിനിമോൾ അവർ തട്ടിക്കൊണ്ടുവന്നു. ഡ്രൈവർ, വണ്ടി പെട്ടെന്ന് പെട്ടെന്ന്. അയ്യോ നിക്കടാ അവിടെ. മിനിമോളെ, എടാ, നിങ്ങൾ എന്റെ മകളെ തട്ടിക്കൊണ്ടുപോകണല്ലേ? നിങ്ങൾ ആരാ? മിനിമോളെ, നീ കളിക്കണ്ട. വിലാസിനിയെ ഞാൻ ഒറ്റ തവണ അവളെ വീടൊന്ന് കാണിച്ചോട്ടെ. അധികം കളിച്ചാലുണ്ടല്ലോ രണ്ടിനെ ഞാൻ വീട്ടിലൊന്ന് വെട്ടും. മിനിമോളെ വരാൻ. നിന്നോട് പറഞ്ഞ അങ്ങോട്ട് നടക്ക്. കേറടി. ചേട്ടാ വേഗം വണ്ടി എടുക്ക. എന്തേ, ഇനി ഉറങ്ങിയില്ലേ? മോളെ, എനിക്ക് ആകെ പേടി തോന്നുന്നു. അവൾ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ ഇറങ്ങി പോവുമോ? ഒരു പെൺകുട്ടിയാ. എന്റെ ചേട്ടാ, ചേട്ടൻ പ്രശ്നമാക്കണ്ട. നാളെ മുതൽ ഞാനും സ്കൂളിലേക്ക് ചെല്ലാം. നമുക്ക് ഒരുമിച്ച് വരാം, പോരെ? ചേട്ടൻ ഇതെല്ലാം ആലോചിച്ച് വെറുതെ ഉറക്കം കളിയോ ടെൻഷൻ അടിക്കുകയോ വേണ്ട. ദേ ഉറങ്ങൂന്നേ, സമയം അർദ്ധരാത്രി കഴിഞ്ഞു കേട്ടോ.
ദേ മോളെ മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. ചേട്ടന് തോന്നുന്നതാവും. ഒന്ന് ഉറങ്ങാൻ നോക്ക്. ആ നോക്ക് മോളെ, ഇത് എന്റെ തോന്നലല്ല. എന്താ പ്രശ്നം? നീ വാ വാ. ആ, ഈ ചേട്ടൻ്റെ ഒരു കാര്യം. എടി വാതിലിതാ തുറന്നു ഉള്ളിൽ പോയിന്ന് നോക്ക്. മിനിമോളെ, മിനിമോളെ, അയ്യോ മിനിമോളിതേ പോകുന്നു. അയ്യോ മിനിമോളെ, മിനിമോളെ, മിനിമോളോ? ഞാൻ മിനിമോളല്ല. മിനിമോളെ, മോളെ അവിടെ നിൽക്കാൻ. മോളെ നിന്നോട് പറഞ്ഞത്. മിനിമോളെ, മോളെ, മിനിമോളെ, മിനിമോളെ, മിനിമോളെ. മോളെ, എന്താ നീ പറയുന്നത്? ഇങ്ങോട്ട് വാടി. നടക്കടി ഇങ്ങോട്ട്. വാ, വന്ന് കിടക്ക് ചേട്ടാ. ഓ കൃഷ്ണ, ചേട്ടാ എന്താ ഇത്? ഇങ്ങനെ ഉറക്കൊഴിച്ചാ നാളെ ജോലിക്ക് പോവേണ്ടതല്ലേ? മോളെ, എനിക്ക് ആകെ മടുത്തു. സത്യം പറഞ്ഞാൽ ജീവിക്കാനുള്ള ആഗ്രഹമേ പോയി. ചേട്ടാ എല്ലാം ശരിയാവും, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. പിന്നെ നോക്ക്, മറ്റൊരു വാ വയറ്റിലുണ്ട്. നമുക്കൊന്ന് പോയി ഡോക്ടറെ കാണണ്ടേ? ഞാനത് മറന്നു. നമുക്ക് നാളെ പോവാം. അങ്കിളെ, മിനിമോൾ ഇന്നലെ ക്ലാസ്സിൽ ഇറങ്ങിയോടി. ഞങ്ങള് പിടിച്ചു വെച്ചതാ. ഇത് പല തവണയാ നടക്കുന്നു. അങ്കിളൊന്ന് ശ്രദ്ധിച്ചോണേ. ശരി. ഇന്നലെ രാത്രി ആ സമയത്ത് ഞാനത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ മിനിമോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയനെ. അവളെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? വർമാജിക്കിനെ ടെൻഷൻ അടിക്കില്ലേ? ആ ഒരു ഓപ്പറേഷൻ നടത്തിയ മിനിമോളുടെ പ്രശ്നം സോൾവ് ആകുമായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ പരാജയപ്പെട്ടാൽ കുട്ടി കോമ സ്റ്റേജിലാകില്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാ? അവൾ ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്. എനിക്ക് ടെൻഷനായിട്ട് വയ്യ. ഒരല്പം കൂടി ക്ഷമിക്കൂ വർമാജി, എല്ലാം ശരിയാവും. രാവിലെ തുടങ്ങുന്ന പഞ്ചാരടിയാ വൈകുന്നേരം വരെ നീളും. ഓ, ഇവന്റെ ഒക്കെ തലയിൽ വരച്ച വര എന്റെ കാലിന്റെ അടിയിലെങ്കിലും ഒന്ന് വരച്ചാ മതിയായിരുന്നു. ആ രാജൻ സാറേ, അവന്റെ മകളുടെ വട്ട് കൂടിയെന്നാ പറഞ്ഞു കേട്ടത്. ആ നമുക്കിത് വെച്ചൊരു കളി കളിച്ചാലോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പാലക്കാട് നിന്നുള്ള ലോഡ് വന്നോ? ഇപ്പൊ എത്തും സർ. ഓക്കെ. എനിക്കിതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഭ്രാന്തന്റെ മകൾ ഭ്രാന്തിയാകും, അത് സ്വാഭാവികമല്ലേ? ഇമ്മാതിരി ഒരു ഭ്രാന്തനെ കല്യാണം കഴിച്ച ആ പെണ്ണിനെ വേണം പറയാൻ. ഏതായാലും രണ്ടാമതൊരു കുട്ടി കൂടി ജനിക്കുന്നുണ്ടല്ലോ, അതിനും ഭ്രാന്ത് ഉറപ്പാ. തെമ്മാടത്തിനും പറയുന്നോടാ, ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. നോക്ക്, ഞങ്ങൾ ഭ്രാന്തനെന്ന് ഉദ്ദേശിച്ചത് നിന്നെയല്ല. എന്താ ഭൂമിയിൽ നിങ്ങൾ മാത്രമേ ഭ്രാന്തനുള്ളൂ? എടാ, ഇതുകൊണ്ടൊന്നും നിനക്കെന്നെ തളയ്ക്കാനാവില്ല. ആടിനെ തളയ്ക്കാൻ എന്തിനാടോ? ആനയുടെ ചങ്ങല.
ആ. 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 അയ്യോ വേണ്ട, അയ്യോ വേണ്ട, മതി, വേണ്ട. മതി മതി, നിർത്താൻ നിർത്താൻ. ഓ. വർമാജിയോട് മോശമായി പെരുമാറിയ ഈ രാജനെയും കൂട്ടുകാരനെയും ഞാൻ ഇപ്പൊ തന്നെ ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നു. എല്ലാവർക്കും ഇതൊരു പാഠമാകണം. അതെ, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സംഘടനകളുണ്ട് ഇവിടെ. അതേടോ, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് സംഘടനകൾ, അതല്ലാതെ അവരുടെ തെമ്മാടിത്തരങ്ങൾ സംരക്ഷിക്കാനുള്ളതല്ല. ഇനി മേലിൽ ഇതുപോലെ വല്ലതും സംസാരിച്ചാലുണ്ടല്ലോ വെട്ടി നുറുക്കും ഞാൻ. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ ഒരു വഴി. അതാണ് ആദ്യത്തിനുടെ വഴി. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്. എല്ലാവരും ചെവി തുറന്ന് കേട്ടോ. എന്തെങ്കിലും കാരണത്താൽ വർമാജി ഈ കമ്പനിക്ക് നഷ്ടപ്പെട്ടാൽ അന്നത്തോടെ കമ്പനി ഞാൻ പൂട്ടും. ഇവിടുന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അരി വാങ്ങേണ്ട അവസ്ഥ എനിക്കില്ല. മാഡം, വർമാജി ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ്. അദ്ദേഹത്തെ മാഡം ഡയറക്ടർ ആക്കിയതിന്റെ അസൂയ കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതെ, ഡിക്ഷണറി ഭാഷയിൽ ഇതിനെ അസൂയ എന്ന് പറയും, സാഹിത്യ ഭാഷയിൽ ഇതിനെ കണ്ണുകടി എന്ന് പറയും, പച്ച മലയാളത്തിൽ ഇതിനെ ചൊറിച്ചൽ എന്ന് പറയും. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്. ഇത് എളുപ്പമുള്ളൊരു ചാപ്റ്റർ അല്ലേ? അമ്മേ, അച്ഛൻ വന്നു. എന്താ എല്ലാരും വലിയ സന്തോഷത്തിലാണല്ലോ. നോക്കച്ച, ഡിസ്ട്രിക്ട് തലത്തിൽ ചെസ് കളിയിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നില്ലേ? ഇനി കളി നടക്കുന്നത് സ്റ്റേറ്റ് ലെവലിലാണ്. മത്സരം പത്തനംതിട്ടയിൽ വെച്ച. അച്ഛൻ 2 ദിവസം ലീവ് എടുത്ത് എന്റെ കൂടെ വരണം. പ്ലീസ് ചേട്ടാ, ഇനി വർക്ക്സൈറ്റ് കമ്പനി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞേക്കല്ലേ. സ്റ്റേറ്റ് ലെവൽ കൂടി ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ നാഷണൽ ലെവലാണ് കളി. പിന്നെ ഇവൾ ആരാ? എന്താ ഇത്ര ആലോചിക്കാൻ? ഓക്കെ, ഞാൻ ഇവിടെ കൊണ്ടുപോവാം. മോള് ഞാൻ റെഡി ആയിക്കോ. താങ്ക് യു. ചേട്ടാ, ഞാനും കൂടെ വരട്ടെ? വേണ്ട, ഈ പ്രഗ്നൻസി പീരീഡിൽ കഴിയുന്ന യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാനും മിനിമോളും കൂടെ പൊയ്ക്കോളാം. ഓക്കെ, മോളെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓ, അതെനിക്ക് അറിയാവുന്നതാണല്ലോ. ഓപ്പറേഷൻ ചെയ്യാനോ? ആദിത്യ വർമ്മ, അത് വളരെ റിസ്ക് ആണ്. ആ റിസ്ക് ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തു. ഈ ഓപ്പറേഷന് 20 ലക്ഷത്തോളം രൂപ ചെലവാകുവേ. 20-ഓ 30-ഓ എത്രയെന്ന് വെച്ചാൽ ഞാൻ തരാം. എനിക്ക് മിനിമോളെ പഴയതുപോലെ തിരിച്ചു കിട്ടണം. ഇനി ഒരിക്കലും ആളുകളെ കൊണ്ട് ഭ്രാന്തന്റെ മകൾ ഭ്രാന്തിയായി എന്ന് പറയിപ്പിക്കരുത്. എങ്കിൽ നിങ്ങളും ഭാര്യ ഓപ്പറേഷന് സമ്മതമാണെന്നും എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൊള്ളാമെന്നും എഴുതി ഒപ്പിട്ട് തരണം. ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഇല്ല, അവൾ അറിഞ്ഞാൽ ഇതിന് സമ്മതിക്കില്ല. ഞാൻ അവളുടെ ഒപ്പുകൂടി ഇട്ട് തരാം. എനിക്ക് എങ്ങനെയെങ്കിലും കാര്യം നടന്നേ പറ്റൂ. ഓപ്പറേഷൻ പരാജയപ്പെട്ടാൽ മിനിമോളുടെ ജീവിതകാലം മുഴുവൻ കോമൺ സ്റ്റേജിലാവും. അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട്. സാർ പ്ലീസ്, എല്ലാം ശരിയാവും. എത്രയും പെട്ടെന്ന് ഒന്ന് ഓപ്പറേഷൻ നടത്തണം. ശരി, എങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് തന്നെ ഓപ്പറേഷൻ തുടങ്ങാം. ഓക്കെ സാർ. സാധാരണഗതിയിൽ രാവിലെ 6 മണിയാകുമ്പോഴേക്ക് റിസൾട്ട് അറിയാം. പരമാവധി 24 മണിക്കൂർ വേണം. അതായത് നാളെ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും കറക്റ്റ് റിസൾട്ട് അറിയാം. റെഡിയല്ലേ? റെഡി. ഡോക്ടർ ഡേവിഡ്, മിനിമോൾ ഉടൻ തന്നെ ഓപ്പറേഷൻ റെഡിയാക്കൂ. ഓക്കെ സാർ. അയ്യോ വേണ്ട അച്ഛ, പ്ലീസ് അച്ഛ, പ്ലീസ് അച്ഛ. അച്ഛ, ഇനി ഞാൻ വിലാസിനെ ആവില്ല അച്ഛ. പ്ലീസ് അച്ഛ, പ്ലീസ് അച്ഛ, ഞാൻ അങ്ങനെ ആവില്ല അച്ഛ. അച്ഛ, ഞാൻ വിലാസിനെ ആവില്ല അച്ഛ. അച്ഛ, അച്ഛ എന്നെ കൊണ്ടുപോലെന്ന് പറ അച്ഛ. അച്ഛ, ഞാൻ വിലാസിനെ ആവില്ല അച്ഛ. അച്ഛ, എനിക്ക് ഓപ്പറേഷൻ വേണ്ട. മോളെ നടക്ക്. ഹലോ. ഹലോ ചേട്ടാ, ഇതെന്തു പറ്റി? ഇന്ന് തീരെ വിളിച്ചില്ലല്ലോ. നിങ്ങൾ പത്തനംതിട്ടയിൽ എത്തിയില്ലേ? ആ, എത്തി. മിനിമോൾക്കൊന്ന് ഫോൺ കൊടുക്കുവോ? അത് പിന്നെ മിനിമോള് ഉറങ്ങുക. ഇത്ര നേരത്തെയോ? എന്തു പറ്റി? അത് പിന്നെ ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല. അല്ല, മിനിമോള് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? ഏയ്, പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ശരി, വെക്കട്ടെ. ഇതെന്താ മാഷേ, ഫോൺ വെക്കാൻ ഇത്ര ധൃതി? പിന്നെ നമ്മുടെ വാവയോട് സംസാരിക്കുന്നില്ലേ? അത് പിന്നെ സംസാരിക്കാം. ശരി, എന്നാ വെക്കട്ടെ.
ആ അല്ല വർമാജി, താങ്കൾക്ക് ഞാൻ സ്പെഷ്യൽ റൂം അറേഞ്ച് ചെയ്തതാണല്ലോ. ഡ്രസ്സെല്ലാം മാറ്റി വിശ്രമിക്കാമായിരുന്നില്ലേ? എന്തോ എനിക്കൊന്നിനും തോന്നുന്നില്ല. ഓപ്പറേഷന്റെ റിസൾട്ട് വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. വർമാജി ഇത്ര നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് സിസ്റ്റർ പറഞ്ഞു. ഇതെന്താ നിരാഹാരം കിടക്കുകയാണോ? ഡോക്ടർ പ്ലീസ് ലീവ് മീ അലോൺ. മിനിമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ഉറങ്ങുന്നുള്ളൂ, ജീവിക്കുന്നുള്ളൂ. റിലാക്സ് മാൻ. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. നാളെ വൈകിട്ട് റിസൾട്ട് വരും. രാവിലെ 6 മണിക്ക് തന്നെ റിസൾട്ട് അറിയാമെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞേ. രാവിലെ നോക്കാം, പക്ഷേ ഫുള്ളായിട്ട് റിസൾട്ട് അറിയണമെങ്കിൽ വൈകുന്നേരമാകും. എന്നാ ശരി.